ഒരാഴ്ചയും കൂടി അതിനൊരു തീരുമാനം ആവാറായി. നിങ്ങൾ ഈ ഷോ കാണുന്നവരാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത്തവണത്തെ ഈ 6ാമത്തെ സീസൺ ഉണ്ടല്ലോ, അതാണ് മറ്റുള്ള എല്ലാ സീസണിനേക്കാളും പ്രേക്ഷക സ്വീകാര്യത കിട്ടിയിട്ടുള്ള സീസൺ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സീസണിൽ ഇത്രയും പ്രേക്ഷക സ്വീകാര്യത? അപ്പൊ ഇത്തവണത്തെ കണ്ടസ്റ്റൻസ് എല്ലാം ഭയങ്കര സൂപ്പർ ആയിരിക്കുമല്ലോ. എന്നല്ല, വേറെ കുറച്ച് മേന്മകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്തവണത്തെ ഇത്ര ഹിറ്റ് ആവാൻ കാരണം. ഞാൻ എണ്ണ വിട്ട് പറഞ്ഞു തരാം. ഫിസിക്കൽ വയലൻസ്, അടിപിടി, തെറിവിളി, നിലവിളി, ഏഷ്യനി, ലോജിക്കില്ലായ്മ, ആനം മണ്ടത്തരങ്ങൾ, പിന്നെ ക്ലാരിറ്റി ഇല്ലാത്ത അന്തമിട്ട പ്രണയം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബിഗ് ബോസിന്റെ ഹിസ്റ്ററിയെ കുറിച്ചൊന്നും ഞാൻ അധികം പറയുന്നില്ല, കാരണം കഴിവുള്ള യൂട്യൂബേഴ്സൊക്കെ അതിന് മുന്നേ ഒരുപാട് തവണ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിന്ന് ബിഗ് ബോസ് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ഇത് ഇന്നതുപോലെയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ ഫലത്തിൽ ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ നമുക്ക് അനുഭവപ്പെടുന്നത് എന്നുള്ളത് എൻ്റെ ഒരു അവലോകനം നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ മറക്കാതെ കാണണം. കണ്ടു കഴിഞ്ഞിട്ടൊരു ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ഷോ ഒരു എന്റർടൈൻമെന്റ് ഷോ ആണെന്നാണ്. ഒരു നല്ല പാട്ട് കേൾക്കുന്നതോ നല്ല സിനിമ കാണുന്നതോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ വീഡിയോസ് കാണുന്നതോ ഒക്കെയാണ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ച് മനുഷ്യർ ഉറക്കപ്പായി എഴുന്നേറ്റ് വരുന്നത്, പല്ല് തേക്കുന്നത്, കക്കൂസി പോകുന്നത്, കക്കൂസ് കഴുകുന്നത്, പാത്രം കഴുകുന്നത്, പാചകം ചെയ്യുന്നത്, അടി കൂടുന്നത്, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കലല്ല എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഈ ഷോയിലെ എല്ലാ മനുഷ്യരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് തീരെ ബഹുമാനമില്ലാത്ത രീതിയിലാണ്. ഇവർ വഴക്കൂടുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഐസ്ക്രീം എടുത്ത് തിന്നു, ടിഷ്യൂ പേപ്പർ അവിടെ ചുരുട്ടി കൂട്ടി ഇട്ടു, ഉള്ളി എരിയാൻ വന്നില്ല, പാത്രം കഴുകാൻ എന്നെ സഹായിച്ചില്ല, ഇതൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന മെയിനായിട്ടുള്ള വിഷയങ്ങൾ. ഇതൊക്കെ റിയൽ ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഉദാഹരണത്തിന്, ഇപ്പം നിങ്ങളെടുത്ത് ഒരാൾ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? ഒരു തങ്കപ്പെട്ട മനുഷ്യനെ പോലെ, എത്ര നല്ല മനുഷ്യനെ പോലെ ആയിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത്? ഇത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിൽ സംസാരിക്കുന്നത്? നമ്മുടെ ജഡ്ജ് ചെയ്യാൻ ആളുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു പ്രത്യേക രീതിയിൽ മാത്രമേ സംസാരിക്കുള്ളൂ. ഇത് മനുഷ്യന് പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പൊ 24 മണിക്കൂറും ഒരു വീടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ക്യാമറ വെച്ച് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ കണ്ടസ്റ്റൻസിനെല്ലാം നല്ല ബോധ്യമുണ്ടല്ലോ. അപ്പോൾ അവർ കാണിക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും പെരുമാറുന്ന രീതിയും ഒക്കെ എങ്ങനെയായിരിക്കും? നാട്ടുകാർക്ക് എന്ത് കാണാനാണോ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ നാട്ടുകാരെ എന്ത് കാണിച്ചാലാണോ അവർക്ക് ഇഷ്ടപ്പെടുന്നത്, ആ രീതിയിലുള്ള പെരുമാറ്റവും സംസാരവും അല്ലേ അവരുടെ കയ്യിൽ നിന്ന് വരുള്ളൂ. ഇവർ ഈ കളിക്കുന്ന ഡ്രാമ കണ്ട് ഇവർക്ക് വോട്ട് കൊടുത്ത് ഇവരെ വളർത്തി വലുതാക്കി ഇവരുടെ ഫാനായി ആർമിയായി ഒടുക്ക ഇവർക്ക് കപ്പ് വരെ മേടിച്ചു കൊടുത്തിട്ട് മണ്ടന്മാരാവുന്ന ആരാണെന്നറിയോ? പ്രേക്ഷകർ മാത്രമാണ്. രാത്രി ക്ഷീണിച്ച് ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഈ ഷോ TV-യിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഓരോ ദിവസവും ജീവിക്കാനുള്ള ഓട്ടം കഴിഞ്ഞ് മനുഷ്യൻ വരുമ്പോൾ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി TV വെക്കാറുണ്ട്. അങ്ങനെയാണ് ബിഗ് ബോസ് വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്റർടൈൻമെന്റ് എന്തൊക്കെയാണെന്നറിയോ? അടിപിടി, കൂട്ടടി, ഏഷ്യനി, തെറിവിളി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ പിന്നെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മെച്ചപ്പെട്ടതായതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വീട്ടിലെ കൊച്ചുകുട്ടികളെ അച്ചടക്കവും ബഹുമാനവും ഒക്കെ അടിച്ച് നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന നമ്മൾ തന്നെയാണ് ഈ ബിഗ് ബോസിലെ ആവാസതരങ്ങൾക്കും തെറിവിളിക്കും കൂട്ടടിക്കൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് 2 തരം സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സൈഡിൽ നമ്മൾ സീരിയലിന്റെ ടോക്സിസിറ്റിയെ കുറിച്ച് പ്രസംഗിക്കും, മറു സൈഡിൽ നമ്മൾ ബിഗ് ബോസ് കാണും. ഇത് രണ്ടും ടോക്സിക്കാണ്, മനസ്സിലാക്കുക. നമ്മുടെ ഈ തലച്ചോറിലോട്ട് എന്തൊക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന നമ്മൾ മാത്രമാണ്. എവിടെയെങ്കിലും ആരെങ്കിലും എന്റർടൈൻമെന്റ് തരുന്നു എന്ന് പറയുമ്പോൾ ഓടിപ്പാഞ്ഞ് അങ്ങോട്ട് നിന്നിട്ട് അതൊക്കെ വാങ്ങി തലയിലോട്ട് ഇടേണ്ട കാര്യമൊന്നുമില്ല. എന്ത് കാണണം കാണണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള പക്വത ഇതുവരെ നമ്മുടെ പ്രേക്ഷകർക്ക് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടാമതായിട്ട്, ഈ ഷോ തികച്ചും ഒരു റിയാലിറ്റി ഷോ ആണ്, ഒട്ടും സ്ക്രിപ്റ്റഡ് അല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഷോ സ്ക്രിപ്റ്റഡ് ആയാലും അല്ലെങ്കിൽ എഡിറ്റഡ് ആണ് ഉറപ്പായിട്ടും. കാരണം 24 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് 45 മിനിറ്റ് കൊണ്ട് നമ്മൾ TV-യിൽ നമ്മൾ കാണുന്നത്. ഏത് കാര്യം കാണിച്ചാലും ആ സംഭാഷണത്തിന്റെ ആദ്യം ഉണ്ടാവില്ല, അവസാനം ഉണ്ടാവില്ല. ഏത് മൊമെന്റിലാണോ അടുത്ത നിമിഷം എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിൽ നമുക്കൊരു ആങ്സൈറ്റി തോന്നുന്നത് അത്തരത്തിലുള്ള ക്ലിപ്പുകൾ മാത്രമേ അവർ കാണിക്കാറുള്ളൂ. ഉദാഹരണത്തിന്, അടുത്ത ദിവസത്തെ ബിഗ് ബോസിന്റെ പ്രൊമോ കാണിക്കുന്നത് എങ്ങനെയാണ്? രണ്ടുപേരും തമ്മിൽ വഴക്ക് കൂടുന്നത്, അല്ലെങ്കിൽ കൈ ഓങ്ങുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും കിടന്ന് നിലവിളിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പ്രൊമോ ആയിട്ട് എടുത്ത് കാണിക്കാറുള്ളത്. ഒരിക്കലും ഈ കണ്ടസ്റ്റൻസ് എല്ലാം ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു കാര്യം പോലും പ്രൊമോയിൽ കാണിക്കാറില്ല. പ്രൊമോയിൽ നല്ല ഷോയിൽ തന്നെ കാണിക്കാറില്ല. എന്തുകൊണ്ടാണത്? കാരണം പ്രേക്ഷകനത് വേണ്ട. അയൽവക്കത്തെ വീട്ടിലെ സന്തോഷത്തിനെ കുറിച്ച് അറിയാനല്ലല്ലോ, അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് അറിയാനും പറയാനും ഇല്ലേ നമുക്ക് താല്പര്യമുള്ളൂ. മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലോട്ട് ഒളിഞ്ഞു നോക്കാനുള്ള പ്രേക്ഷകരുടെ ഒരു മനസ്സുണ്ടല്ലോ, അതിനെ ഫലപ്രദമായിട്ട് ചൂഷണം ചെയ്ത് പണം തട്ടുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ്. ഒരു സർവൈവൽ ഗെയിം എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നതെങ്കിലും ആക്ച്വലി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് ഗോസിപ്പും മാനിപ്പുലേഷനും മാത്രമാണ്. എന്ത് കാണിച്ചാൽ പ്രേക്ഷകർ സാറ്റിസ്ഫൈഡ് ആവുന്നുള്ള കാര്യം ഈ ഷോ നടത്തുന്നവർക്ക് നല്ലപോലെ അറിയാം. അവരുടെ TRP കൂട്ടുന്ന കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് അവിടെ നിൽക്കും. അവരിനി എത്ര മോശം വ്യക്തികളാണെങ്കിലും അവിടെ നിൽക്കും, അല്ലാത്തവർ പുറത്തു പോകും.
ഇതാണ് ഷോയുടെ ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ കണ്ടസ്റ്റന്റിനും അറിയാം അവരെന്ത് കാണിച്ചാൽ പ്രേക്ഷകരെ സ്വീകരിക്കും, താലോലിക്കും എന്നൊക്കെയുള്ള കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കണ്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും പൊളിറ്റിക്കലി കറക്റ്റായിട്ട് സംസാരിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒന്നും അല്ല. അവർക്കിപ്പോൾ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ വസ്ത്രം മോശമായിട്ട് തോന്നിയെന്നിരിക്കട്ടെ, അത് മറ്റൊരാൾ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിക്കായിരിക്കും പ്രേക്ഷകരുടെ സപ്പോർട്ട് കൂടുതൽ കിട്ടുക. അത് അറിഞ്ഞുകൊണ്ടായിരിക്കും ആ കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്യുന്നതും. അതുപോലെ തന്നെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് തെറ്റാണ്. പക്ഷെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ഒരു സ്ക്രീൻ സ്പേസും കണ്ടന്റും കൂടിയാണ്. എത്ര വിചിത്രമായിട്ടുള്ള രീതിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു പ്രകോപനവും ഇല്ലാതെ രണ്ടുപേര് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ തന്നെ യാതൊരു പരിചയമില്ലാത്ത രണ്ടുപേര് തമ്മിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രണയമാവുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ ചൂടപ്പം പോലെ വിറ്റുപോകുന്ന കാര്യങ്ങളാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ ഓരോ കണ്ടസ്റ്റൻസും ഇവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേക പ്രിപ്പറേഷനോട് കൂടി തന്നെ ആയിരിക്കുമല്ലോ. ആരും അവരെ കിഡ്നാപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇടുന്നതല്ല. എല്ലാവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം വിജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ നുണയും പറയും, ഫേക്കായിട്ട് നിൽക്കും. ഇതൊക്കെ അവരുടെ ഗെയിമാണ്. അത് കണ്ട് മനസ്സിലാക്കിയിട്ടും പിന്നീട് നമ്മൾ ആ ഷോ പിന്നെയും കാണുന്നത് തുടരും എന്നുള്ളതും അവർക്ക് നന്നായിട്ട് അറിയാം. ഈ ഷോ നടത്തുന്നവർക്ക് പൈസ കിട്ടും, അതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന് പൈസ കിട്ടും. നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ സമാധാനവും സമയവും പോയി കിട്ടും. മൂന്നാമത്തെ കാര്യം, ബിഗ് ബോസ് അവകാശപ്പെടുന്നത് ഈ ഷോയിലെ വിജയെ തീരുമാനിക്കുന്നതും ഓരോ ആഴ്ചയിലെ എവിക്ഷൻ പ്രോസസ്സ് ഡിസൈഡ് ചെയ്യുന്നതും ഒക്കെ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രേക്ഷകർ ഓരോ കണ്ടസ്റ്റൻസിനും കൊടുക്കുന്ന വോട്ടിന്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് ഈ 100 ദിവസവും TV-യിൽ പ്രദർശിപ്പിക്കുന്നില്ല? ഈ ഷോ ഒട്ടും സുതാര്യമല്ലാന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാരണം ഇത് തന്നെയാണ്. വാസ്തവത്തിൽ ഈ ഷോയിൽ ആര് ജയിക്കണമെന്നും എന്ത് കാണിക്കണമെന്നും ഒക്കെ ഈ ഷോ നടത്തുന്നവർ ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പ്രേക്ഷകർ പൊട്ടന്മാരെ പോലെ ഇരുന്ന് കാണുക, അത്ര മാത്രമേ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഈ ഷോയിൽ വരുന്ന കണ്ടസ്റ്റൻസിന്റെ ഭാവി പ്രേക്ഷകരുടെ കയ്യിലൊന്നും അല്ല. അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. ഒരു കാര്യത്തെ തന്നെ പല ആംഗിളിൽ കാണിച്ചു കഴിഞ്ഞാൽ പല ഇന്റർപ്രിട്ടേഷനാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും ഒക്കെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ ബിഗ് ബോസിൽ ആരെ ജയിപ്പിക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. ആ വ്യക്തിയുടെ നല്ല വശങ്ങൾ മാത്രം നമ്മളെ കാണിക്കാനും അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ബിഗ് ബോസ് കാണിക്കുന്നത് കണ്ടുകൊണ്ട് ആളുകളെ ജഡ്ജ് ചെയ്യുന്ന നമ്മളെ പോലെ മണ്ടന്മാര് വേറെ എങ്ങും ഇല്ല എന്നേ ഞാൻ പറയുള്ളൂ. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്ത എന്നാ കുറ്റം പറയാനാണെങ്കിൽ ഒരുപാടുള്ള ഈ ഷോ കാണണോ വേണ്ടെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ എൻ്റെ ചാനലിലെ വീഡിയോസ് ഒന്ന് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് ഷുവറാണ്. അപ്പോൾ ചാനലിൽ കയറി മറ്റ് വീഡിയോസും കൂടിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ നിറച്ച് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യാം. അപ്പോൾ ഓക്കെ, വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, വണക്കം.